ഹായ് ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ 4:30 എണീറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും കിടന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 5:30 എണീച്ചു, നിസ്കരിച്ചു, കോളേജിൽ ഇപ്പോൾ റെഡിയായി. അങ്ങനെ സ്കൂട്ടി കൊണ്ട് പകുതി വഴി വെച്ചിട്ട് ബസ്സിലാണ് പോയത്. അങ്ങനെ സ്കൂട്ടി കൊണ്ട് വെച്ചു, ബസ്സിൽ കയറി. ബസ്സിൽ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നല്ലൊരു മുട്ടം പണി കിട്ടുകയും ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട് കഴിഞ്ഞെന്ന് തോന്നുന്നു. അവിടെ ഒരു തേരിപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുക. നേരത്തെ ഒരു KSRTC ബസ് അവിടെ എന്തോ വണ്ടി നിന്ന് പോയി. അങ്ങനെ ഞങ്ങളുടെ ബസ് ബാക്കിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെയും വന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പം ക്ലച്ച് പിടിച്ചാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വണ്ടി നിന്നു. പുകയും തീയൊക്കെ ആയി. അങ്ങനെ ഞങ്ങളെ പയ്യെ അവിടെ നിന്ന് ഇറക്കി, ബസ്സിൽ നിന്ന് എല്ലാവരെയും ഇറക്കി. അങ്ങനെ ബസ്സിൽ നാളെ ഇറക്കിക്കൊണ്ടിരിക്കാൻ നേരത്താണ് ഞങ്ങളുടെ കോളേജിൽ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലല്ല, എൻ്റെ കോളേജിലുള്ളൊരു കൊച്ചിനെ കണ്ടത്. അങ്ങനെ പുള്ളിക്കാരിയും ഞാനും കൂടെ ഒരു ഓട്ടോ വിളിച്ചിങ്ങ് കോളേജ് വരെ വന്നു. അവളാണ് ഇറങ്ങി തീ കൊണ്ടടി, പുകയുണ്ടടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടാണ് വന്നത്. അങ്ങനെ അവൾ വിളിച്ച് അമ്മേനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ കോളേജിലേക്ക് പോയി. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ കോളേജിലെത്തി. 1.5 മണിക്കൂർ അവിടെ വണ്ടി ജാമായി നിന്നിട്ടും വണ്ടി ഇറങ്ങി ഓട്ടോ വിളിച്ച് വന്നുകൊണ്ടും നല്ല ലേറ്റായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡേ കയറാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ബാക്കി ടൈം ഉള്ളതുകൊണ്ട് ഞാനവിടെ ഭാഗ്യനെ അവിടെ കോളേജിൽ ഇറക്കി. ഞാനവിടെ റെയ്നയുടെ PGയിലോട്ടും പോയി. അങ്ങനെ റെയ്നയുടെ PGയിലോട്ട് പോയി, അവൾ റെഡിയായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ടൈം സെക്കൻഡ് പീരീഡ് തുടങ്ങാറായപ്പോൾ കോളേജിലോട്ട് പോയി. കോളേജിൽ പോയിട്ട് അസൈൻമെൻറ്റ് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സിനോപ്സിസ് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പായി. ഫുഡില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് അവിടെ ഇറാനി എന്ന് പറയുന്നൊരു മന്തിക്കടയുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. അങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ഹാഫ് അൽഫാം മന്തി വാങ്ങിച്ചു, വയറ് നിറച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ കയറിയിട്ട് അരുൺ ഐസ്ക്രീമിൻ്റെ ബൈറ്റ്സ് വാങ്ങി. അങ്ങനെ അത് കഴിച്ചു. എന്നിട്ട് പിന്നെ അടുത്ത ബസ് കയറി. ഞാൻ ബസ് കയറി ഇരുന്നു. അങ്ങനെ ബാഗിൽ നോക്കിയപ്പോൾ എൻ്റെ പേഴ്സ് കയ്യിലില്ല. അങ്ങനെ പിന്നെ വീണ്ടും റെയ്നയുടെ PGയിലോട്ട് പോയി. റെയ്ന PGയിൽ നിന്ന് ഇങ്ങനെ പേഴ്സൊക്കെ എടുത്ത് വെച്ചു. അതും വാങ്ങി തിരിച്ച് വീണ്ടും നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ആകെ മൊത്തത്തിൽ പണിയായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ നേരത്തേക്ക് ഞാൻ ചെന്നപ്പോൾ ഒരു ബസ് പോയി. അങ്ങനെ ഞാൻ കരുതി ഞാൻ അങ്ങനെ പേരൂർക്കടയിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ ഞാൻ നേരെ വെച്ചങ്ങ് നടന്നു. അങ്ങനെ നടന്നു പോയപ്പോൾ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരു ബസ് കിടക്കുന്നു. അങ്ങനെ അതിനകത്തോട്ട് കയറി. അതിനകത്ത് കയറിയിട്ട് തമ്മാനൂർ ഇറങ്ങി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നിലമേൽ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ രാവിലെ കൊണ്ടുവച്ച സ്കൂട്ടി എടുത്ത് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇങ്ങനെ വീട്ടിലോട്ട് ചെന്നിട്ട്, ഇത് കാടിൻ്റെ അകമല്ല, എൻ്റെ വീടാണ്. അങ്ങനെ വീട്ടിനകത്ത് ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ചിക്കിങ്ങിൽ 499 25 പീസ് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞ ഓഫർ വന്നായിരുന്നല്ലോ. ഓഫർ വന്നതിന് അന്നാണ് ഈ മൊത്തം സംഭവം നടക്കുന്നത്. അങ്ങനെ ആ ഓഫർ കണ്ടുകൊണ്ട് ഓഫറല്ലേന്ന് എഴുതി നേരെ അങ്ങോട്ട് പോയി. എനിക്കാണ് ഇവിടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ആറ്റിങ്ങനാണ്. കിളിമാനൂരുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കിളിമാനൂരില്ലെന്ന് കിളിമാനൂർ എത്തിയിട്ടാണ് അറിയുന്നത്. അങ്ങനെ നേരെ ആറ്റിങ്ങിലോട്ട് പോയി. അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡ് മൊത്തവും ലൈറ്റും അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പോകാൻ. അങ്ങനെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു ലോഡ് ആൾ. അവിടെ ആറ്റിങ്ങിലുള്ള മൊത്തം ആൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. റോഡ് വരെ ക്യൂ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നു. ഓർഡർ ചെയ്തു, 2 സെറ്റ് ഓർഡർ ചെയ്തു. ഒരുപാട് പേർക്ക് ആ ഓഫർ കിട്ടിയിട്ടില്ല. ഷോപ്പിലൊക്കെ പോയപ്പോൾ സ്റ്റോക്ക് ഔട്ടായി അങ്ങനെ പറഞ്ഞത്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നാണ് പറഞ്ഞതെന്നാണ് റീൽസിലൊക്കെ കണ്ടത്. ഞങ്ങൾക്ക് എന്തായാലും ചെന്നു. ഞങ്ങൾ 2 സെറ്റ് ഓർഡർ ചെയ്തു. 2 സെറ്റ് 25 പീസസിൻ്റെ ഓർഡർ ചെയ്തു. ഞങ്ങൾക്കത് രണ്ടും കിട്ടി. അങ്ങനെ അതും വാങ്ങി നേരെ വണ്ടി തിരിച്ചു വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കഴിച്ചിട്ട് നേരെ കിടന്നു. കഴുപ്പായതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല തിരക്കിൻ്റെ ഇടയിൽ. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്.